ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമ്മുടെ തത്വം ഇയാൾക്ക് ഉപദേശിക്കൂ എന്ന് ശ്രീരാമചന്ദ്രൻ സീതയോട് ആവശ്യപ്പെടുകയാണ്, ഹനുമാനെ ലക്ഷ്യമാക്കിയിട്ട്. ഇത് അധ്യാത്മരാമായണത്തിൽ മാത്രമുള്ള ഭാഗമാണ്. വാൽമീകീയ രാമായണത്തിൽ ഇങ്ങനെയൊരു പരാമർശമേ ഇല്ല. അതേസമയത്ത് അധ്യാത്മരാമായണ മൂലത്തിൽ വളരെ വിസ്തൃതമായുണ്ട്. അതിനെ അനുവദിച്ചുകൊണ്ടാണ് എഴുത്തച്ഛൻ ഇവിടെ പറയുന്നത്. ഈ ഭാഗത്ത് എന്താണ് വേദാന്ത തത്വശ്രവണത്തിന് ഒരാൾക്ക് അധികാരം നൽകുന്നത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. അവിടെ ശ്രീരാമൻ പറഞ്ഞു, ഉത്തമ ഭക്തി തികഞ്ഞവനാണ് ഹനുമാൻ എന്നല്ല, പരമാത്മജ്ഞാനം മാത്രമാണ് ഇയാൾ ഇച്ഛിക്കുന്നത്. വിവിധ ദിശകളിൽ പരക്കം പായുന്ന, അത് വേണം ഇത് വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നുള്ള ആഗ്രഹങ്ങളോടുകൂടി കറങ്ങുന്ന അന്ധകരണം ഒരാൾക്കുള്ള കാലത്തോളം തത്വജ്ഞാനത്തിലേക്ക് അയാൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അവിടെ തത്വജ്ഞാനത്തിലേക്ക് പ്രവേശം നൽകുന്നത്, തത്വവിചാരത്തിനുള്ള അധികാരം നൽകുന്നത് ഏക ലക്ഷ്യത്തോടൊത്ത അന്ധകരണത്തെ പ്രാപിക്കുമ്പോഴാണ്. മറ്റൊന്നും ദുഃഖനിവൃത്തിക്ക് കാരണമല്ല. മറ്റൊന്നും മനുഷ്യജീവിതത്തിൻ്റെ പരമ ലക്ഷ്യത്തിലേക്ക് ഉയർത്തുകയില്ല. അത് തത്വവിജ്ഞാനം മാത്രമാണ് എന്നുള്ള ദൃഢമായ അവബോധം. ആ അവബോധം വരുമ്പോഴാണ് മറ്റെല്ലാത്തിൽ നിന്നും പിന്തിരിപ്പിക്കപ്പെട്ട് തത്വനിഷ്ഠമായി നമ്മുടെ ബുദ്ധി, അന്ധകരണം മാറുന്നത്. ഇതാണ് ഇവിടെ അധികാരത്തെ നൽകുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ മറ്റൊരു പരിഗണനയുമില്ല. അവിടെ ഏതെങ്കിലും ജാതിയെന്നോ സമുദായമെന്നോ മതമെന്നോ രാഷ്ട്രമെന്നോ ലിംഗം ഭേദമോ പ്രായഭേദമോ ഒന്നും ശാസ്ത്രം പറയുന്നില്ല. വേദാന്തശാസ്ത്രത്തിൽ എല്ലാവർക്കും അധികാരമുണ്ട്. പക്ഷേ ഒന്ന്, ഭക്തിഭാവം വേണം. രണ്ട്, ഈ ഒരു തത്വവിജ്ഞാനമാണ് തൻ്റെ ലക്ഷ്യം എന്നുള്ള ഏകനിഷ്ഠ വേണം. ഇതാണ് പ്രഥമമായി അധികാരത്തെ നൽകുന്നത്. എന്ന് മാത്രമല്ല, ബ്രഹ്മചര്യം, ബ്രഹ്മജ്ഞാനത്തിനായിക്കൊണ്ടുള്ള ഉറച്ച നിഷ്ഠ, അത് അനിവാര്യമാണ്. അതിനനുസൃതമായി ഇന്ദ്രിയ മനസ്സുകളെ നിയന്ത്രിച്ചിരിക്കുന്ന ഭാവം, ഇതെല്ലാം തികഞ്ഞവനാണ് ഹനുമാൻ എന്ന് പറഞ്ഞിട്ട് തൻ മനോരഥത്തെ നീ നൽകിയിടണം മടിയാതെ എന്ന് സീതയോട് ആവശ്യപ്പെടുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഹനുമാൻ തത്വവിജ്ഞാനത്തിന് പ്രാർത്ഥിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ശിഷ്യൻ പ്രാർത്ഥിക്കുമ്പോഴാണ്, അഭ്യർത്ഥിക്കുമ്പോഴാണ് ഗുരു ഉപദേശിക്കുന്നത്. അത് സമ്പ്രദായമാണ്. വേദാന്ത സമ്പ്രദായത്തിൽ പ്രധാനമാണ് ശിഷ്യൻ ആവശ്യപ്പെടുമ്പോഴാണ് ഗുരുനാഥൻ ഉപദേശിക്കുന്നത്. ആവശ്യപ്പെടാത്തവർക്ക് തത്വോപദേശം ചെയ്യാറില്ല. എന്നാൽ ഇവിടെ നിരന്തരമായ തൻ്റെ ജീവിതത്തെ കൊണ്ട് ഹനുമാൻ താൻ മറ്റൊന്നും ഇച്ഛിക്കുന്നില്ല എന്നുള്ള, തത്വോപദേശം മാത്രമേ ഇച്ഛിക്കുന്നുള്ളൂ എന്നുള്ള ആ ഒരു സന്ദേശത്തെ നൽകിക്കഴിഞ്ഞു. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗുരുവിൻ്റെ കർത്തവ്യമാണ് ശിഷ്യൻ്റെ ഹൃദയം മനസ്സിലാക്കി ഉപദേശിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു ഭാഗത്ത് ശിഷ്യ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ടാണ് ഉപദേശിക്കുന്നത്. ഇനി മറ്റൊരു ഭാഗത്ത് തൻ്റെ പ്രവൃത്തികളിലൂടെ തൻ്റെ ഹൃദന്തം ബോധിപ്പിച്ചു ശിഷ്യനെങ്കിൽ അതിനെ തിരിച്ചറിഞ്ഞ് ആ പ്രാർത്ഥനയെ സഫലമാക്കേണ്ടത് ഗുരുവിൻ്റെ കർത്തവ്യമാണ്. ഈ ഒരു ഭാവമാണ്
ഇവിടെ എടുത്ത് കാണിക്കപ്പെട്ടിട്ടുള്ളത്. തൻ മനോരഥത്തെ പൂർത്തിയാക്കണമേ. ഹനുമാൻ്റെ മനോരഥം ഭഗവത് തത്വജ്ഞാനം നേടണമെന്നുള്ളത് മാത്രമാണ്. അത് തിരിച്ചറിഞ്ഞുള്ള ശ്രീരാമൻ്റെ കൃപാഭാവം, കാരുണ്യം, അളവറ്റ കാരുണ്യമാണ് ഇവിടെ എടുത്ത് കാണിക്കപ്പെടുന്നത്. നിർമ്മലനാത്മജ്ഞാനത്തിനിവൻ പാത്രമത്രേ, നിർമ്മമൻ നിത്യ ബ്രഹ്മചാരികൾ മുൻപനല്ലോ. കൽമൽഷം ഇവനേതുമില്ലെന്നു ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ. നമ്മുടെ തത്വമിവൻ അറിയിക്കണമിപ്പോൾ, ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ. ബ്രഹ്മോപദേശത്തിനു ദുർലഭം പത്രമിവൻ, ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനടോ. അല്ലയോ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ. ഇത് എഴുത്തച്ഛൻ്റെ ഒരു സവിശേഷതയാണ്. അധ്യാത്മരാമായണ മൂലത്തിൽ പോലും നമുക്ക് കാണാൻ കഴിയാത്തൊരു സവിശേഷതയാണ്. എവിടെ സംബോധനകൾ വരുന്നുണ്ടോ, എവിടെ ദേവതാ വർണ്ണനകൾ വരുന്നുണ്ടോ, ഈശ്വര തത്വപ്രതിപാദനം വരുന്നുണ്ടോ, അവിടെയൊക്കെ തന്നുള്ളിൽ അടക്കി വെച്ചിട്ടുള്ള എന്നുള്ള പ്രയോഗം ശരിയല്ല, എങ്കിലും ആ ഒരു പദം പ്രയോഗിക്കുകയാണ്. അടക്കി വെച്ചിട്ടുള്ള ഭക്തിഭാവം അണപൊട്ടി ഒഴുകുന്ന ഒരു കാഴ്ച നമുക്ക് എഴുത്തച്ഛനിൽ കാണാൻ പറ്റും. അവിടെ ഒന്നിനു പുറകെ ഒന്നായി സുമനോഹരങ്ങളായ സംബോധനകൾ. മനോഹരം രണ്ട് വിധത്തിലും, അതിൻ്റെ ഭംഗി കൊണ്ട് സൗന്ദര്യം കൊണ്ടുള്ള മനോഹാരിതയും, തത്വവിചാരം ചെയ്യുമ്പോൾ മനസ്സിനെ ഹരിച്ച് പരമാത്മനിഷ്ഠയിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്ന മനോഹാരിതയും, ഈ രണ്ടും തികഞ്ഞ സംബോധനകൾ ഒന്നിനു പിറകെ ഒന്നായി ഇങ്ങനെ വരുന്നത് കാണാം. ഇത് എഴുത്തച്ഛൻ്റെ ഒരു സവിശേഷതയാണ്. അത് രാമായണത്തിന് ഏറ്റവുമധികം സൗന്ദര്യം നൽകുന്ന ഒരു ഘടകവുമാണ്. ഇവിടെ ശ്രീരാമചന്ദ്രനാണ് സംബോധന ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ പോലും ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ എന്നിങ്ങനെ ആ ഒരു ഭക്തൻ്റെ എത്ര ആവർത്തിച്ച് വിളിച്ചാലും മതിവരാത്ത ആ ഒരു ഭക്തിഭാവത്തെ എഴുത്തച്ഛൻ എടുത്തു കാണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ സംബോധന ചെയ്തിട്ട് പറയുകയാണ്, ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനാണ് ഇയാൾ. ബ്രഹ്മജ്ഞാനത്തെ അർത്ഥിക്കുന്നവരിൽ. അപ്പോൾ അർഹതയുണ്ട്, അതാദ്യം പറഞ്ഞു. അർഹതയും അർത്ഥിക്കുന്നവനാണ്. ആ അർത്ഥിക്കുന്നത് വാക്കുകൊണ്ട് അർത്ഥിച്ചില്ലെങ്കിലും ഭാവം കൊണ്ട് അർത്ഥിക്കുന്നുണ്ടെന്നുള്ള ഗുരുവിൻ്റെ തിരിച്ചറിവാണ് ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അപ്പം ആദ്യം വേണ്ടത് അർഹതയാണ്. ആ അർഹതയുള്ളയാൾ വേണം അർത്ഥിക്കേണ്ടത്. അർഹതയുള്ളവൻ അർത്ഥിക്കുമ്പോൾ നിസ്സംശയം പറയാം, തത്വവിജ്ഞാനിയായ ഗുരുനാഥൻ ഉപദേശിക്കുക തന്നെ ചെയ്യും. ഉപദേശിച്ചേ മതിയാവും. അത് സ്വാഭാവികമായി വരും. ഇവിടെ ഹനുമാൻ അർഹത തികഞ്ഞവനാണ്, പക്ഷെ അർത്ഥിച്ചവനല്ല. അർത്ഥിക്കാതെ എന്തിനു ഉപദേശിക്കണം? അർത്ഥിച്ചാൽ ഉപദേശിക്കുക എന്നുള്ളതല്ലേ സമ്പ്രദായം. അവിടെ മറുപടി ശ്രീരാമൻ തിരിച്ചറിയുകയാണ് ഹനുമാൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു അർത്ഥന. പിന്നെ എന്തുകൊണ്ട് അർത്ഥിക്കുന്നില്ല? വാക്കാലെ അനന്യമായ ഭക്തി കൊണ്ട്, അനന്യമായ ശ്രദ്ധ കൊണ്ട് അർത്ഥിക്കാൻ പോലും കഴിയാത്തവനാണ് ഹനുമാൻ. എനിക്കിന്നത് വേണം എന്ന് കേവലം ലൗകികങ്ങളായ വിഷയങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഭൗതികങ്ങളായ പ്രയോജനങ്ങളെ സംബന്ധിച്ചോ മാത്രമല്ല, തത്വവിജ്ഞാനത്തെ സംബന്ധിച്ച് പോലും എനിക്ക് വേണം എന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു സ്ഥിതി ഹനുമാനിലില്ല. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത്ര അനന്യഭക്തിയാണ്. ചോദിക്കപ്പെടാൻ മറ്റൊരാളില്ല. ചോദിക്കുന്നവൻ ഭിന്നനായിട്ടില്ല. ആ ഒരു അനന്യഭക്തി കൊണ്ട് ചോദിക്കുന്ന പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഹനുമാൻ നിലകൊള്ളുന്നത്. പക്ഷേ അത് തിരിച്ചറിഞ്ഞ കാരുണ്യം, അത് തിരിച്ചറിഞ്ഞിട്ടുള്ള ആ ദയാവായ്പ്, അത് ശ്രീരാമൻ പ്രകടിപ്പിക്കുകയും തിരിച്ചറിഞ്ഞ് അർത്ഥിക്കുന്നവരിൽ ഉത്തമനാണ്
എന്ന് സ്വയം പ്രഖ്യാപിക്കുകയും അങ്ങനെ സീതയോട് ഉപദേശിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. ഈ ഭാഗം വളരെ വളരെ ശ്രദ്ധേയമാണ് വേദാന്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച്. നമുക്ക് തുടർന്ന് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.